ഭാരതത്തെ നശിപ്പിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന പി.സി. ജോർജ്. ജനം ഡിബേറ്റിലെ വിവാദ പരാമർശ കേസിൽ ജാമ്യം ലഭിച്ച പി.സി. ജോർജ് പുറത്തിറങ്ങി. വഖഫ് ബില്ലിൽ ശക്തമായ നിലപാടെടുത്തതാണ് ജോർജിനെതിരെ മുസ്ലിം ലീഗ് തിരിയാൻ കാരണമെന്ന് ഷോൺ ജോർജും ആരോപിച്ചു. കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമില്ലെന്ന വിലയിരുത്തലിന് തുടർച്ചയായാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. ഇതോടകം തന്നെ തെളിവെടുപ്പും മൊഴിയെടുപ്പും പൂർത്തിയാക്കിയതായി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. പി.സി. ജോർജിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം നൽകിയത്. ഭാരതത്തെ നശിപ്പിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും വിട്ടുവീഴ്ചയില്ലെന്നും ജാമ്യം ലഭിച്ച് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പി.സി. ജോർജ് പ്രതികരിച്ചു. ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരിറങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള ശക്തമായ നടപടിയുമായി ഒരു സംശയം വേണ്ട, തന്റേടമായി മുമ്പോട്ട് പോകും. വഖഫ് ബില്ലിൽ ശക്തമായ നിലപാടെടുത്തതാണ് ജോർജിനെതിരെ മുസ്ലിം ലീഗ് തിരിയാൻ കാരണമെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. വഖഫ് വിഷയത്തിൽ പി.സി. ജോർജും ഞങ്ങളും ഒക്കെ എടുത്ത സമീപനം വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്നു. ആ വഖഫ് ബില്ല് ഇന്നലെ ദൈവം അനുഗ്രഹിച്ച് അത് ഇന്നലെ കേന്ദ്ര മന്ത്രിസഭ കൂടെ വഖഫ് ബില്ല് ഇന്നലെ അനുമതി കൊടുത്തിരിക്കുകയാണ്. അത് ഉടനെ വരും. അപ്പം അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല. ഇവരെത്ര പ്രതിരോധിച്ചാലും രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ അത് ആര് പറഞ്ഞാലും അതിന് ഏതെങ്കിലും മതത്തെ അപമാനിക്കുന്ന സമീപനമല്ല ഞാൻ പറഞ്ഞത്. ഹൈക്കോടതി പരാമർശങ്ങൾ പിൻവലിക്കുന്നതിനാവശ്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷോൺ കൂട്ടിച്ചേർത്തു. അതേസമയം പി.സി. ജോർജ് സമർപ്പിച്ചത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെന്ന ആരോപണം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും കേസിൽപ്പെടുത്തിയതുകൊണ്ട് ബി.ജെ.പി. നേതാക്കളുടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനാകില്ല എന്നും ബി.ജെ.പി. കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ പറഞ്ഞു. കേരളത്തില് പി.സി. ജോർജിന് ഒരു നീതിയും മറ്റ് ഇടതുപക്ഷ ആൾക്കാർക്കും മറ്റൊരു നീതി എന്ന തരത്തിലാണ് പിണറായി വിജയൻ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്, അല്ലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ദിവസം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെ ഒരു ദിവസം ജയിലിൽ ഇട്ടുന്നും കൊണ്ടൊന്നും ഞങ്ങൾ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. വിദഗ്ധ ചികിത്സയ്ക്കായി പി.സി. ജോർജിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ജനം, കോട്ടയം.